കുറച്ച് നാൾ മുമ്പ് ഞാൻ മൂകാംബികയിലൊന്ന് പോയിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുടജാദ്രി പോകേണ്ടാരും തിരിച്ചു വരാറില്ലല്ലോ. അങ്ങനെ ജീപ്പ് ബുക്ക് ചെയ്ത് ഞാനും പോയി കുടജാദ്രിയിലേക്ക്. മൂകാംബിക അമ്പലത്തിൽ നിന്ന് കുടജാദ്രിയിലേക്ക് ഏകദേശം 30 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. ജീപ്പിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ കാരണമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇതൊരു ഓഫ് റോഡ് അഡ്വഞ്ചർ കൂടെയാണ്. ഡ്രൈവർ ചേട്ടന്മാരൊക്കെ ആൾക്കാരെ ജീപ്പിൽ ഇരുത്തിയിട്ട് ഒരേ പൊളി. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആ ജീപ്പ് ഓടിക്കുന്ന ചേട്ടൻ കട്ടാക്കി. എനിക്ക് ഈ വീഡിയോയിൽ ഇടാനുള്ള കണ്ടന്റ് മൊത്തം ആ ചേട്ടൻ തന്നെ. എന്തായാലും അവരുടെ ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സേഫായിട്ടാണ് അവർ ആൾക്കാരെ അവിടെ എത്തിച്ചത്. ശങ്കരാപീഠത്തിലേക്ക് പോകാൻ ജീപ്പ് ഇറങ്ങിയിട്ട് നമ്മളൊരു 3-6 കിലോമീറ്റർ നടക്കണം. ഞാൻ പോയത് ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോഴും അവിടെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്ര കുറച്ച് ടാസ്ക്കാണ്. നോക്കി കണ്ടുപോയില്ലെങ്കിൽ കുഴി കിടക്കും. എനിക്ക് പൊതുവേ കുറച്ച് അഡ്വഞ്ചർ അസ്കിതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും പോകുന്ന വഴിക്കൊന്നും ഞാൻ പോകാറില്ല. അതുകൊണ്ട് അവർ കാണാത്ത പല കാഴ്ചകളും ഞാൻ കാണാറുണ്ട്. അങ്ങനെ കാട്ടിലൂടെ നടന്ന് ശങ്കരാപീഠത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഞ്ഞും കാറ്റും ഉണ്ടായിരുന്നു. പതുക്കെ അത് മഴയായി. മൊത്തത്തിൽ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അവിടെ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഞാൻ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ നിന്നു. ഇതേപോലെ ചാടി ഇറങ്ങി എവിടെയെങ്കിലും പോയി വീഴുക എന്നത് എൻ്റെ ഒരു ഇഷ്ട വിനോദമാണ്. മഴയൊക്കെ മാറി കാലാവസ്ഥ ഒന്ന് ശാന്തമായപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ തിരിച്ചു പോകുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ച്. ഞാൻ ഇറങ്ങിയ സ്ഥലത്തൊന്നും മഴ പെയ്തിട്ടില്ല. ഞാൻ തിരിച്ച് ജീപ്പിൽ കയറി യാത്ര തുടങ്ങിയപ്പോൾ നല്ലൊരു മഴയും പെയ്തു. എന്തായാലും ചെറിയൊരു ട്രക്കിംഗ് ചെയ്ത സന്തോഷത്തിൽ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.